ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേൽ ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം സൈനിസം വെറുക്കപ്പെട്ട മതമായും ജൂതർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. ഇസ്രായേലിൻ്റെ സകല പ്രതിച്ഛായയും അവർ ഇതുവരെ നേടിയ സമ്പാദ്യങ്ങൾ അത്രയും തന്നെയാണ് ഈ യുദ്ധത്തിലൂടെ നഷ്ടമായിട്ടുള്ളത്. അതുമാത്രമല്ല, രാജ്യം ഒരു തീവ്രവാദ കേന്ദ്രമായും വിലയിരുത്തപ്പെടുന്നു. ഇസ്രായേലിൻ്റെ ആയുധങ്ങളെയും അവരുടെ ചാരസംഘടനയായ മൊസാദിനെ കുറിച്ചുള്ള വാഴ്ത്തുമൊഴികളും അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നിലനിൽപ്പിന് വേണ്ടി മാത്രം പോരാടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം മറക്കേണ്ട. ജനങ്ങൾ നിരാശയിൽ ജീവിക്കുകയും കഴിയുന്നിടത്തോളം ആളുകൾ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി ഐഡന്റിറ്റി പരസ്യമാക്കാതെ കഴിയുകയുമാണ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിന് യുദ്ധദുരന്തം നേടാൻ ഇതിനപ്പുറം എന്താണ് വേണ്ടത്? എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന യുദ്ധം മൂലം ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ള മരണങ്ങളുടെ കണക്ക് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നമുക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം. എങ്കിലും മാധ്യമങ്ങളുടെ ഇസ്രായേലിനോടുള്ള സമീപനം നിരുത്തരവാദപരമാണെന്നും പ്രകോപനപരവുമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രായേലി മന്ത്രാലയം ഈ കണക്കുകളെ പൂർണ്ണമായും തള്ളുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മാധ്യമങ്ങൾ പറയുന്നത് പ്രകാരം 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രായേലിലെ സാധാരണ ജനങ്ങളും സൈനികരും ഉൾപ്പെടെ 31,000 ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിൽ 23,000 പേർ തീവ്രവാദി ആക്രമണങ്ങളിൽ, അതായത് ഇസ്രായേൽ ആരോപിക്കുന്ന അനുസരിച്ച് ഈ ഇറാൻ്റെ പ്രോക്സി സംഘടനകളുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുമ്പോഴും ഈ 31,000 പേരിൽ 8,000 പേർക്ക് വെറും സാധാരണ മരണമാണ് സംഭവിച്ചത് എന്നാണ് ഇസ്രായേലിൻ്റെ മന്ത്രാലയം അവകാശപ്പെടുന്നത്. അതായത് 31,000 പേര് കൊല്ലപ്പെട്ടിട്ടില്ല, വെറും 23,000 ആൾക്കാർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ 7 മുതൽ ഇസ്രായേലികൾ 38,441 തവണ ബങ്കറുകളിൽ അഭയം തേടി പാഞ്ഞിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇത് ഇസ്രായേലിൻ്റെ ഇരവാദമായി പരിതപിച്ചുകൊണ്ട് അവർ സഹതാപം നേടാനുള്ള ഒരു തന്ത്രമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് ഇതാരും കാണുന്നില്ല, അതുതന്നെയല്ല ഇസ്രായേലി ജനങ്ങളാകെ ഇക്കാലം അത്രയും പരിഭ്രാന്തരായാണ് കഴിയുന്നത് എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട്. പലസ്തീനിലും ഗസയിൽ നിന്നും മാത്രം 9,996 സുപ്രധാന ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. ബാക്കിയുള്ളവ ഹൂത്തി, ഇറാൻ, ഹിസ്ബുള്ള മാത്രമല്ല ഇറാഖിൽ നിന്ന് വരെ ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൂടാതെ ഇസ്രായേലി ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലാണുള്ളത്. ഞങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും ഹമാസ് അതിന് തയ്യാറായി ബന്ദികളെ തിരികെ തരുന്നില്ല എന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. ജൂതകരച്ചിൽ അങ്ങനെ നീണ്ടു പോവുകയാണ്. ഈ കണക്കുകൾ ഇങ്ങനെ പറയുകയോ അതല്ലെങ്കിൽ പത്രങ്ങൾ പറയുന്നത് സമ്മതിക്കുകയോ ചെയ്യുന്നതിലൂടെ ലോകത്തിൻ്റെ ഒരു സിമ്പതി നേടാനും കൂടിയാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത്രയധികം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളിപ്പോഴും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ബന്ദികളെ തിരികെ തരുന്നില്ല എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയും അവരിൽ നിന്നും സഹതാപം നേടേണ്ട ഒരു ആവശ്യത്തിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുകൂടാതെ അവർ പറയുന്നത് ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ തകർന്നു. കൃഷി, വ്യവസായം, ബിസിനസ്സുകൾ, വീടുകൾ, ഓഫീസുകൾ, അതുപോലെ തന്നെ സൈനിക താവളങ്ങൾ, എയർപോർട്ടുകൾ, അങ്ങനെ മുഴുവനും തന്നെ ഈ ഇസ്ലാമിസ്റ്റുകൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇസ്രായേലിലേക്ക് ഇപ്പോൾ നിക്ഷേപങ്ങളൊന്നും തന്നെ വരുന്നുമില്ല. ഇതിലെല്ലാം ഈ ഇസ്ലാമിസ്റ്റുകളാണ് ഉത്തരവാദി എന്നും പത്രങ്ങൾ ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ഇസ്രായേൽ പരാതിപ്പെടുന്നത്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇസ്രായേലിൻ്റെ ന്യായമായ യുദ്ധം ഇപ്പോഴും സങ്കീർണമായി തുടരുന്നതിൻ്റെ കാരണം എന്നാണ് അവർ പറയുന്നത്. ഇസ്രായേലിൻ്റെ സൈന്യം ഇടയ്ക്കിടെ സാധാരണക്കാരെ അബദ്ധവശാൽ മാത്രമാണ് കൊല്ലുന്നതെന്നും ഇപ്പോഴത്തെ ഈ ഭയാനകമായ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേൽ പൂർണ്ണമായും കുറ്റമറ്റതാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. ഇതിനെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യയെ തേച്ച് വെളുപ്പിക്കാനുള്ള ഒരു തന്ത്രമായി മാത്രം നമ്മൾ കണ്ടാൽ മതി. അതായത് ഈ ഗസയിലെ കൂട്ടക്കൊലകൾ ഞങ്ങൾക്ക് അബദ്ധത്തിൽ സംഭവിക്കുന്നതാണ് എന്നാണ് ഈ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ വാദം. ശരിയാണ്, അബദ്ധത്തിൽ തന്നെയാണ്. കാരണം വിമാനത്തിൽ കൊണ്ടുപോയി ഈ ബോംബുകൾ ഈ ടെൻറ്റുകളിൽ കഴിയുന്ന ജനങ്ങളുടെ മേലെ ഇടുന്നത് അബദ്ധത്തിൽ തന്നെയാണെന്ന് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണല്ലോ. ഇവന്മാരുടെ ഓരോ ന്യായം ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇസ്രായേലിൽ നിന്നും ഇത്രയും നീണ്ട ഒരു കരച്ചിൽ നമ്മൾ ആരും ഇതിനു മുമ്പ് കേട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അഹങ്കാരവും അധികാരമോഹവും അനധികൃത കയ്യേറ്റവും ഇസ്രായേലിനെ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സത്യം.
ഇവരുടെ ഈ കരച്ചിലും പത്രങ്ങൾ ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് രസം. ഇനി ഇതിലും രസകരമായ മറ്റൊരു കാര്യം, ഇസ്രായേലിൽ ഇന്നലെ 13 വയസ്സുള്ള ഒരു ജൂതനായ കുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ചെയ്തത് ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകളുടെയും മറ്റു തന്ത്രപ്രധാന മേഖലകളുടെയും ഫോട്ടോ എടുത്തുകൊണ്ട് ടെലഗ്രാം വഴി ഇറാനിലെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതുമാത്രമല്ല, ചില പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെ വീടിൻ്റെ ഫോട്ടോയും ഈ പയ്യൻ അയച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ വിദേശകാര്യമന്ത്രിയായ ഗിഡിയൻ സാറിൻ്റെ വീടിൻ്റെ ഫോട്ടോ വേണമെന്ന് ഇറാനിൽ നിന്നും ആവശ്യപ്പെട്ടപ്പോൾ ഈ ചെറുക്കൻ ഭയന്നിട്ടോ എന്താണെന്ന് അറിയില്ല, അത് അവൻ കൊടുത്തിട്ടില്ല എന്നാണ് അവൻ പോലീസിനോട് പറയുന്നത്. പ്രതിഫലമായി ഈ പയ്യന് ഇറാനിൽ നിന്നും നല്ല രീതിയിൽ തന്നെ പണം കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിവ്. ഇത് പിടിക്കാൻ കാരണം ഈ പയ്യൻ തെരുവിലെ ഭിത്തികളിൽ ഈ ഗ്രാഫിറ്റി പെയിൻറ്റിങ്ങുകൾ ചെയ്യുന്നത് കണ്ട് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് സംശയിച്ചിട്ടാണ് പോലീസ് ഇവനെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പയ്യൻ്റെ രഹസ്യങ്ങൾ പുറത്താവുന്നതും അവനെ പിടികൂടുന്നതും. ഇവൻ വളരെ ചെറിയൊരു കുട്ടിയായതുകൊണ്ട് ജയിലിൽ അയക്കാതെ വീട്ടുതടങ്കലിലാണ് ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. പിന്നീട് വിചാരണയൊക്കെ ഉണ്ടാവും. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പയ്യൻ ചെയ്തത് രാജ്യദ്രോഹപരമായ ഒരു കാര്യം തന്നെയാണ്. ശത്രു രാജ്യത്തിന് അവരുടെ രഹസ്യങ്ങൾ ചിത്രമെടുത്ത് അയച്ചു കൊടുക്കുക എന്നത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്. ഇസ്രായേലിൽ ഇപ്പോൾ അനേകം യുവാക്കൾ ഇസ്രായേലിൻ്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തതിന് പിടിയിലായിട്ടുണ്ട്. ഇക്കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിടിയിലായവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഈ 13 വയസ്സുള്ള പയ്യൻ. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചിലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലരെ പിടികൂടിയിട്ടുമുണ്ട്. ഈയിടെ ഒരു ബ്ലോഗറേയും അതുപോലെ തന്നെ കുറേ ആൾക്കാരെയൊക്കെ ഈയിടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പിടികൂടിയിട്ടുണ്ടല്ലോ. അത് നമ്മളെല്ലാം അറിഞ്ഞ കാര്യം. അധ്വാനിക്കാതെ രാജ്യരഹസ്യങ്ങൾ പാകിസ്ഥാനെ ചോർത്തിക്കൊടുത്ത് സോഷ്യൽ മീഡിയ വഴി രാജ്യസ്നേഹം അഭിനയിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. താനൊരു BJP അനുഭാവിയാണെങ്കിൽ ഒന്നും ഭയക്കേണ്ട എന്നാണ് ഇത്തരക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ രാജ്യദ്രോഹത്തിൻ്റെ കാര്യത്തിൽ BJP എന്നോ കോൺഗ്രസ് എന്നോ LDF എന്നോ UDF എന്നോ ഒന്നുമില്ല. പിടിക്കപ്പെട്ടാൽ പെട്ടത് തന്നെയാണ്, അതിനുള്ള ശിക്ഷ വാങ്ങിയേ കഴിയും. യൂതന്റെ എല്ലാവിധ ചതിയും വഞ്ചനയും വംശീയ ഉന്മൂലന സിദ്ധാന്തവും രാജ്യത്തെ ഒറ്റുകൊടുക്കലുമെല്ലാം പിന്തുടരുന്നവർ ഇന്ത്യയിലും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അവർ ഇസ്രായേലിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു. സ്വന്തം നാശത്തെ വിളിച്ചു വരുത്തുകയാണ് ഇതിലൂടെ ഇവർ ചെയ്യുന്നത്. അതോടൊപ്പം മറ്റൊരു വാർത്ത, ഇസ്രായേൽ ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നതിൽ പ്രതിഷേധിച്ച് ഫ്രാൻസിൽ നിന്നും ഭക്ഷണവുമായി ഗസയെ സമീപിച്ച ആക്ടിവിസ്റ്റുകളുടെ ഒരു കപ്പൽ ഇസ്രായേൽ പിടിച്ചെടുത്തുകൊണ്ട് ഈ ആക്ടിവിസ്റ്റുകളെ സ്വരാജ്യത്തേക്ക് കയറ്റിവിട്ട സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. ഞാനത് നിങ്ങളോട് പറഞ്ഞിരുന്നില്ല. അതൊരു മറ്റു വാർത്തകളുടെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ ഇതിലൂടെ നിങ്ങളോട് കാര്യം പറയുകയാണ്. കുറച്ച് ദിവസമായി സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഗ്രേറ്റ തുൻബുർഗ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഷിപ്പിലൊക്കെ അവർ വന്നെന്ന് എനിക്ക് തോന്നുന്നു. ഈ കപ്പലിൽ അവർ ഗസയെ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ രാത്രി തന്നെ ഡ്രോൺ ആക്രമണം നടത്തുകയും ഇസ്രായേലിലെ സൈന്യം കയറി അവരെ അറസ്റ്റ് ചെയ്ത് പിടിച്ച് തടങ്കിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം അതിൻ്റെ ലീഡറെ ഒരു ഫ്രാൻസുകാരിയാണ്, അവരെ കയറ്റി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിവാദമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചർച്ചയാണ്. കാരണം ഭക്ഷണമായിട്ടാണ് അവർ വരുന്നത് ഈ കപ്പലിൽ. അത് കൊടുക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഗസക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ തന്ത്രം. എന്നാൽ ഈ സംഭവം ലോകത്ത് വളരെയധികം ശ്രദ്ധ ക്ഷണിക്കുകയും മറ്റു പലർക്കും ഇക്കാര്യത്തിൽ വളരെയധികം ഉത്തേജനമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തെ മറ്റൊരു കാര്യം. ഇങ്ങനെ ഇവർ പിടിച്ച് കയറ്റി വിട്ടതിന് ശേഷം ടുണീഷ്യയിൽ നിന്നും 300 കാരവൻ വാഹനങ്ങളിൽ കോൺവോയ് ആയിട്ട് 7000 ആക്ടിവിസ്റ്റുകളാണ് റഫേലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. മൗറിറ്റാനിയ, മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഡോക്ടർമാർ, അഭിഭാഷകർ, വിദ്യാർത്ഥികൾ, അതുകൂടാതെ സാധാരണക്കാർ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘമാണ് ഈ വാഹനങ്ങളിൽ ഇപ്പോൾ ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഈ വരുന്ന തിങ്കളാഴ്ചയോ മറ്റോ ആണ് എത്തുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. എന്തായാലും ഇവരുടെ ഈ വരവിനെ വളരെയധികം ഭീതിയോടെയാണ് ഇസ്രായേൽ ഇപ്പോൾ കാണുന്നത്. ഇവരെ എത്തിക്കഴിഞ്ഞാൽ അവരെ തടയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നും ഇവർക്കെതിരെയുള്ള ഇസ്രായേലിൻ്റെ നടപടികൾ ലോകത്ത് ഇസ്രായേലിനെതിരെ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുമെന്നും അവർ ഭയപ്പെടുന്നുണ്ട്. ഈ സംഘം വരുന്നതിന് പിന്നാലെ 50ലധികം രാജ്യങ്ങളിൽ നിന്നും 2500 ആളുകളും ഈ ജൂൺ 15 ഈജിപ്തിലെത്തി അവിടെ നിന്നും റഫേലേക്ക് തിരിക്കാനും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഇതിൻ്റെ തൊട്ട് പിന്നാലെ വരും എന്നുള്ളതാണ് രസം. ഇസ്രായേൽ ആകെ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് രസം. ഇത്രയും നാൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന് കുഴപ്പമില്ലായിരുന്നു, ഗസക്കാർക്ക് ഭക്ഷണമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്.
ഈ ഭക്ഷണം തടയുക എന്ന് പറഞ്ഞത് വളരെയധികം അനീതിയാണ്. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഇപ്പോൾ ഇളകിയിരിക്കുന്നത്. അത് ഇസ്രായേലിലെ കാലക്കേടിനാണ് ഇവരുടെ ഈ ഭക്ഷണം തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഒരു വിധത്തിലും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവാത്തതും ഈ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതും ലോകത്തിൻ്റെ മുഴുവൻ പ്രതിഷേധം വിളിച്ചു വരുത്താൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ റഫയിലേക്കും അല്ലെങ്കിൽ ഗസയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ്. അതിനെ തടയാൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാർത്തകൾ അവസാനിപ്പിക്കും മുമ്പ് മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇസ്രായേൽ യമൻ്റെ ഹുദൈദ തുറമുഖത്ത് വീണ്ടും ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. അത് ആദ്യമായി കടലിൽ നിന്നാണ് ഈ ഇസ്രായേൽ ഇപ്പോൾ ഹുദൈദ തുറമുഖത്തെ ആക്രമിച്ചിരിക്കുന്നത്. ഇത് ഹൂത്തികളെ സംബന്ധിച്ച് ഇസ്രായേലിനെ കൂടുതൽ നഷ്ടം വരുത്താനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് വേണം കാണാൻ. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പോലും ഹൂത്തികളോട് തോറ്റ് തകർന്ന് തിരിച്ചു പോയ സ്ഥാനത്താണ് ഇസ്രായേൽ ഇപ്പോൾ കുറച്ച് ബോട്ടുകളുമായിട്ട് ഹൂത്തികളെ ആക്രമിക്കാൻ വേണ്ടി കടൽ വഴി വരുന്നത്. അത് തികച്ചും ഒരു ആത്മഹത്യാപരമാണ് എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. ആദ്യത്തെ ആക്രമണമായതുകൊണ്ട് മാത്രമാണ് ജൂത സൈന്യം രക്ഷപ്പെട്ടത് എന്നാണ് ഹൂത്തികൾ പറയുന്നത്. അതുകൊണ്ട് മറ്റൊരു ആക്രമണത്തിന് ധൈര്യമുണ്ടെങ്കിൽ വീണ്ടും വരിക എന്നാണ് ഹൂത്തികൾ ഈ ജൂതന്മാരെ വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്തായാലും ഗസയുദ്ധം ഉടനെയെങ്ങും അവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. വീണ്ടും വാർത്തകൾ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.